നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 5-ാം തീയതി, 1200-ാം ആണ്ട് കന്നിമാസം 19-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്, ശനിദേവൻ്റെ ദിവസമാണ്. മാത്രമല്ല ഇന്ന് ചോതി നക്ഷത്രമാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ചോതി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം ശുഭപ്രദമല്ല. ശനി എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവ് എനർജിയുള്ള ഒരു ഗ്രഹമാണ് ശനീശ്വരൻ. അപ്പോൾ നമുക്ക് ശനി ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ശുഭകാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിന് കാരണം. നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്താൽ എന്തു ചെയ്യും? അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അശുഭമായി ഭവിക്കും. ശനി ശരിക്ക് യോഗിവര്യനാണ്, വളരെ ധർമ്മിഷ്ഠനാണ് ശനി. പക്ഷേ ശനിയെ നമുക്ക് അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോയില്ലെങ്കിൽ ശനി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും ശനി ഒരാളിന് ഗുണഫലത്തെ കൊടുക്കുന്നതായും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിനേക്കാൾ നമുക്കിന്ന് ദിവസം ശനിയാഴ്ചയാണ്, നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള, അതായത് കന്നിമാസത്തിലെ ചോതി നക്ഷത്രം ശനിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബർത്ത്ഡേക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ കണക്കാക്കേണ്ടത്. വാർഷിക ഫലമാണ്. മറ്റു ആൾക്കാർക്ക് ഇന്നത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇന്ന് കൊള്ളൂല, നമുക്ക് നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾക്ക് ഇറങ്ങാം. പക്ഷേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം ചോതി നക്ഷത്രക്കാർക്ക് കഷ്ടതയേറിയ കാലഘട്ടമാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്നെ ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ, എല്ലാ കാര്യങ്ങൾക്കും ഡിലേ, ഒരു കാര്യങ്ങളും സമയബന്ധിതമായി നടക്കില്ല. അപ്പോൾ എല്ലാത്തിനും തടസ്സം ഉണ്ടാവും. അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള മറ്റ് അസ്വസ്ഥതകൾ ഒക്കെ അനുഭവിക്കാനിടവരുന്ന കാലഘട്ടമാണ് ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് സൂക്ഷിക്കണം. ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് ശനിയെ പ്രീതിപ്പെടുത്തി തന്നെ പോകണം. ബർത്ത്ഡേ ഇന്ന് വന്നു, അതുകൊണ്ട് ഇന്ന് മാത്രം ചെയ്താൽ പോരാ. ഒരു വർഷക്കാലവും ശനിയെ ഏറ്റവും പ്രീതിപ്പെടുത്താനായിട്ട് ഉള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ശനി സൂര്യപുത്രനാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. സൂര്യകിരണങ്ങൾ ആ വ്യക്തിയിലേക്ക് പതിക്കുമ്പോൾ അവരിൽ നിൽക്കുന്ന ശനിയുടെ നെഗറ്റീവ് ഫലം അകന്നു പോകും. സൂര്യൻ സർവ തേജസ്സിനെയും എല്ലാത്തിനെയും മാറ്റാൻ ശക്തിയുള്ള, എന്ത് ദോഷത്തെയും മാറ്റാൻ ശക്തിയുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ. ജ്യോതിഷശാസ്ത്രത്തിൽ നക്ഷത്രദേവനാണ് സൂര്യൻ. അപ്പോൾ സൂര്യഭഗവാനെ എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ എല്ലാ ദിവസവും ഈ ഒരു വർഷക്കാലവും പ്രാർത്ഥിച്ചു പോവുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടു കൂടിയിരിക്കുക. അതുപോലെ ഒരു ശനീശ്വര യന്ത്രം, സാമ്പത്തിക നഷ്ടമോ മറ്റ് ദോഷങ്ങളോ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. അപ്പോൾ അത് നമുക്ക് ചെയ്തു പോകുമ്പോൾ ഈ ദോഷഭാവത്തിൽ നിന്ന് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷക്കാലവും നമ്മൾ ഈ പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫലസിദ്ധി ഉണ്ടാവും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ, ശനിയാഴ്ചയാണ് പൊതുവേ നല്ല ദിവസമല്ല എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട, യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് രാവുകാല സമയം. ഇന്ന് രാവുകാല സമയം വരുന്നത് നമ്മൾ കലണ്ടറിൽ 9 തൊട്ട് 10:30 മണി വരെ രാവുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 9 മണി 15 മിനിറ്റിനെ രാവുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാവുകാലത്തിന് മുമ്പ് ഇറങ്ങുക. അതായത് 9 മണി 15 മിനിറ്റിന് മുമ്പ് ഇറങ്ങുക. അപ്പോൾ 9 തൊട്ട് 10:30 വരെ എന്നുള്ളത് 10:44 വരെയും രാവുകാല സമയമുണ്ട്. അപ്പോൾ 9:15 മുമ്പോ 10:44 ശേഷമോ ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക. അതുപോലെ നമുക്കിന്ന് ചെയ്യാൻ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഇത് രണ്ടും എല്ലാ ദിവസവും ഉണ്ട്. പ്രകൃതിയിൽ ആ ഗ്രഹത്തിന് സ്വാധീനമുള്ള ദിവസമാണെങ്കിൽ പോലും ഇവർക്ക് അനുവദനീയമായ സമയമാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലയളവായ 3 മണിക്കൂർ നേരം. അതിലിന്ന് ഗുളികകാല സമയം വരുന്നത് 6 മണി 16 മിനിറ്റ് തൊട്ട് 7:46 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 42 മിനിറ്റ് തൊട്ട് 3 മണി 11 മിനിറ്റ് വരെയും. എങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം 11:49 തൊട്ട് 12:37 വരെയാണ്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. എന്ത് നെഗറ്റീവ് ദോഷത്തെയും മാറ്റി നിർത്താനുള്ള ശക്തി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശക്തി ശരിക്ക് അഭിജിത്ത് മുഹൂർത്തത്തിനുണ്ട്. അപ്പോൾ അതിൽ ഉപരി ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളിലേക്ക് ഉള്ള നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശനീശ്വരൻ്റെ കളറായ കറുപ്പ് കളറോ നീല കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കറുപ്പോ നീലയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ കറുത്ത പൊട്ട് ധരിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് ദോഷത്തെ മാറ്റി ശനിയുടെ പ്രീതി സമ്പാദിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.